ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരക്കാതെ സാമ്പാർ പൊടി ചേർക്കാതെയുള്ള ഒരു സാമ്പാർ റെസിപ്പി നോക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ ബീട്രൂട്ട് തോരനും കൂടെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല, അപ്പോൾ വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം, മീഡിയം സൈസിലുള്ള ഒരു സവാള. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ പകുതി ചേർക്കാം, ഇല്ലെങ്കിൽ ചുവന്നുള്ളി ഒരു 4-5 ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കായം പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് മുങ്ങി നിൽക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വരുന്നത് വരെ പരിപ്പ് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു പാനിലേക്ക് 1-1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വഴുതനങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടക്ക മാത്രം വെച്ചിട്ട് സാമ്പാർ തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒരു വഴുതനങ്ങ ഉള്ളതുകൊണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വാടി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 തക്കാളിയൊക്കെ എടുത്തോളൂ. പിന്നെ വെണ്ടയ്ക്കയുടെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. ചട്ടിയിലാണ് സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. ചട്ടിയിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഉലുവയും 2-3 വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. പുളിവെള്ളം ചേർത്ത് ഉടൻ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കണം. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പുളിവെള്ളം തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, മുരിങ്ങക്കായ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ സാമ്പാറിലേക്ക് ചെറിയൊരു മധുരം നല്ലതാണ്. ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം ചേർത്ത് കൊടുക്കാറുണ്ട്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ പഞ്ചസാര അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കായത്തിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, അടച്ചു വെക്കാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്തതായിട്ടൊരു തോരനാണ്, ഒരു സ്പെഷ്യൽ തോരൻ, ബീട്രൂട്ട് കടല തോരൻ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം പൊടി കൂടെ ചേർത്തിട്ട് ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള നീളത്തിലരിയാതെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 പൊടികളെ ആവശ്യമായിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പൊടികളുടെ റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്യാതെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ബീട്രൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടല വേവിച്ചിട്ട് ബാക്കി വന്ന വെള്ളം തന്നെയാണ് ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് മുങ്ങി നിൽക്കുന്ന വണ്ണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറച്ചുണ്ട്, അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കടല ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. കടലയും ബീട്രൂട്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബീട്രൂട്ട് കടല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ബീട്രൂട്ടും കടലയും വെച്ചിട്ട് ഇങ്ങനെ ഒരു തോരൻ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് മെനുവിൽ സാമ്പാറും തോരനും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഞാനിതിൽ ഈ ഒരു ലഞ്ച് മെനുവിൽ ചക്കപ്പുഴുക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കൂടെ എല്ലാവരും ഒന്ന് കാണുക. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്